എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. എല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. എല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കണം. അല്ലാതെ ലൈംഗിക അവയവം മാത്രം അതുകൊണ്ടുള്ള ബന്ധപ്പെടൽ, അത് മാത്രം ഞാൻ ചെയ്യുന്നില്ല, കല്യാണത്തിന് മുമ്പ് ഫോണും വിളിയും കാര്യങ്ങളൊക്കെ നടത്താം, ഒന്നും വിഷയമില്ല എന്നാരും കരുതണ്ട. നിശ്ചയത്തിന്റെ അന്ന് തന്നെ ഫോണുമായിട്ടാ വരുന്നത്. പ്രണയ ജോഡികളാ നേരത്തെ തന്നെ കല്യാണം ഉറപ്പിച്ച് അവരങ്ങ് ഫിക്സ് ചെയ്തു. വാപ്പയോടും ഉമ്മയോടും വന്നിട്ട് പറയുന്നു, ഞാൻ ഇന്ന ചെറുപ്പക്കാരൻ, ഇന്ന സമുദായത്തിൽപ്പെട്ടവനായിക്കോട്ടെ അല്ലാത്തവനായിക്കോട്ടെ, ഇന്ന ആളുമായിട്ട് ഞാൻ പ്രണയത്തിലാണ്, സ്നേഹത്തിലാണ്, ഞങ്ങളുടെ വിവാഹം നടത്തിയില്ല എങ്കിൽ ഞങ്ങൾ ഒളിച്ചോടും, രജിസ്റ്റർ മാരേജ് ചെയ്യും എന്ന് സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തുറന്നടിച്ച് പറയാൻ മാത്രം നമ്മുടെ മക്കൾ വളർന്നിരിക്കുന്നു. ചിന്തിക്കണം നമ്മൾ. ഈ മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മക്കളെ, നിങ്ങൾ വിവാഹം കഴിക്കുന്നതിലൂടെ അതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് മക്കളെ നൽകിയാൽ, അള്ളാഹു മക്കളെ സമ്മാനിച്ചാൽ, ആ മക്കളോടുള്ള ബാധ്യതയുടെ ഒന്നാമത്തെ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് പിഴച്ചു. കാരണം നിങ്ങൾ വ്യഭിചാര ശൈലിയിലാണ് പരസ്പരം ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത്. ഉമ്മയെ തെരഞ്ഞെടുക്കണം. കുട്ടിയുടെ മാതാവാകാൻ പോകുന്ന പെണ്ണിനെ ഭർത്താവ് അഥവാ വരൻ തെരഞ്ഞെടുക്കണമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെ തന്നെ നമുക്ക് പിഴച്ചു പോയെങ്കിൽ പ്രശ്നം തന്നെയാണ്. അവിടെയാണ് നമ്മുടെ പൂർവികർ, പൂർവസൂരികളാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മഹത്തുക്കൾ, നമ്മുടെ മഹാരഥന്മാരാകുന്ന ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹജനങ്ങൾ, നമ്മുടെ പൂർവികരെയൊക്കെ നമ്മൾ അവിടെയാണ് പഠിക്കേണ്ടതും പ്രശംസ അവർക്ക് നൽകേണ്ടതും അവിടെയാണ്. കാരണം അവരാരും ഇത്തരത്തിലുള്ള ഒരു ഇടപാടുകൾ നടത്തിയിട്ടില്ല. അല്ലാഹുവിന്റെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. മരണപ്പെട്ടവരുണ്ടാകും, അല്ലാഹുവിന്റെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. قال رسول الله صلى الله عليه وسلم, حبيب رسول الله صلى الله عليه وسلم തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, لا تزنوا لا تزنوا, നിങ്ങൾ വ്യഭിചരിക്കരുതേ, വ്യഭിചരിക്കരുതേ. فيذهب الله لذة نسائكم من نجوافكم. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വ്യഭിചാരത്തിന് വേണ്ടി മുതിർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയോടുള്ളതാകുന്ന ശാരീരിക ബന്ധത്തിന്റെ ആസ്വാദതയെ അല്ലാഹു നിങ്ങളുടെ മനസ്സിൽ എടുത്തു കളയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തസിനൂ, വ്യഭിചരിക്കരുതേ, വ്യഭിചരിക്കരുതേ. അത് ലൈംഗികമാകുന്ന വ്യഭിചാരം മാത്രമല്ല, ലൈംഗിക അവയവങ്ങൾ കൊണ്ടുള്ള വ്യഭിചാരം മാത്രമല്ല, ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല. നിന്റെ കണ്ണിന് വ്യഭിചാരമുണ്ട്, നിന്റെ കൈക്ക് വ്യഭിചാരമുണ്ട്, നിന്റെ കാലിന് വ്യഭിചാരമുണ്ട്, നിന്റെ കാതിന് വ്യഭിചാരമുണ്ട്, നിന്റെ നാവിന് വ്യഭിചാരമുണ്ട്, നിന്റെ രണ്ട് ചുണ്ടുകൾക്ക് വ്യഭിചാരമുണ്ട്. ഫസിനാഹുമാൽ ഖുബലൂ, രണ്ട് ചുണ്ടുകളുടെ വ്യഭിചാരം ചുംബനമാണ്, ചുംബനമാണ്. എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചിരിക്കെ, ലാ തസിനൂ, ഒരു അവയവങ്ങൾ കൊണ്ടും വ്യഭിചരിക്കരുതേ, വ്യഭിചരിക്കരുതേ. ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ നജ്വാഫികും, നിങ്ങളുടെ മനസ്സിന്റെ കത്തളങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയോടുള്ളതാകുന്ന സ്നേഹത്തെ, അവളോടുള്ള താല്പര്യത്തെ അല്ലാഹു എടുത്തു കളയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. വ്യഭിചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കണക്ഷൻ, ആദ്യത്തെ ഭാര്യയോടുള്ളതാകുന്ന മാനസികമാകുന്ന താല്പര്യം അല്ലാഹു മനസ്സിൽ നിന്ന് എടുത്തു കളയും. അവസാന കാലഘട്ടം എത്തുമ്പോ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, എത്രയോ അശ്ലീലതകൾ അധികരിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, വമിൻഹാ നികാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. സ്ത്രീകൾ സ്ത്രീകളുമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം, പുരുഷൻ പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം, പരസ്പരം വൈവാഹിക ജീവിതത്തിലേക്ക് താല്പര്യം വെക്കുന്ന കാലഘട്ടം ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. മിൻഹാ നികാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. സയ്യിദുനാ റസൂലുള്ളാഹി
അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിയില്ലേ? ചിന്തിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അവസാന കാലഘട്ടം എത്തുമ്പോൾ വ്യഭിചാരം വല്ലാതെ അധികരിക്കും. എത്രയോ ഹദീസുകൾ കാണാൻ സാധിക്കും. അത് മാത്രം പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. ഇല്ല, അതിൽ എത്ര ഹദീസ് ഓതണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമുസ്സാഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്ത ത്വരീഖ് ലാ യുൻകിറു അഹദൻ വലാ യുഗയ്യിറുഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സ്വഹാബ, ഈ ലോകം നശിക്കുകയില്ല സ്വഹാബ, ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ. സ്ത്രീകൾ പരസ്യമായി വ്യഭിചരിക്കുന്ന കാലഘട്ടം കാണാതെ പരസ്യമായി നടു റോഡിലേക്ക് ഇറങ്ങി വ്യഭിചരിക്കുന്ന രംഗങ്ങൾ ദർശിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. അതിനെ എതിർക്കാൻ, അതിനെതിരെ ഒന്ന് സംസാരിക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥാവിശേഷം അവസാന നാളിൽ കടന്നു വരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എതിർക്കുന്ന ആളുകൾ വന്നാൽ അവർക്കെതിരെ ആളുകൾ അണിനിരക്കും. അവർ പറയാൻ വന്നിരിക്കാൻ വിചാരത്തെ കുറിച്ച് പറയാണ്, കാര്യമായിട്ട് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ എല്ലാവരും അത് വല്ലാതെ നടത്തുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് നന്മ ഉപദേശിച്ചാലും അതിനെതിരെ ആളുകൾ ഉണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അതിനെ എതിർക്കുവാനോ അതിനെ തടയിടുവാനോ ഒരാളും ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ ലോകമെത്തും. ലോകാവസാനത്തിന്റെ സമയമാണത്. സയ്യിദുനാ റസൂലുള്ളാഹി വമിൻഹാ യകുസുറു സിനാ വയകുസുറു ഔലാദു സിനാ. വ്യഭിചാരം അധികരിക്കും സഹാബ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കുമേ അധികരിക്കുമേ. ഒക്കെ ഉണ്ടാകും. വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കും. അഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറിയ കാര്യമല്ല, ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഒരു വ്യക്തി കൈയൊന്ന് വെച്ചു, ഹറാമായ രീതിയിൽ വിചാരത്തോടുകൂടിയാണ് അവനെ തൊട്ടത് എങ്കിൽ, സ്പർശിച്ചതെങ്കിൽ അവന് വലിയ വലിയ അദാബുകളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ, ആരെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ചെയ്തു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ച് പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യുന്ന അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അറിയാതെ പ്രവർത്തിച്ചു പോയ ഉമ്മമാരുണ്ട് എങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ തൗബ ചെയ്തോ. ക്യാമ്പസുകളിൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന കാമുകന്മാരുമായി മരം ചുറ്റി പ്രേമത്തിനിടയിൽ ഏതെങ്കിലും മരച്ചുവട്ടിലിരുന്നു കൊണ്ട് പരസ്പരം തൊട്ടുരുമിയിട്ടുണ്ട് എങ്കിൽ, ഹറാമായ വിചാരത്തോടുകൂടിയാണ് നിങ്ങൾ ആ നടത്തിയത് എങ്കിൽ തീർച്ചയായും നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ചോദ്യം ചെയ്യപ്പെടും. قال رسول الله صلى الله عليه وسلم أن من وضع يده على امرأة لا تحل له بشهوة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അന്ന മൻ വദഅ യദഹു അല മർഅ ലാ തഹില്ലു ലഹു ബിശഹ്വ. ഈ ദുനിയാവിൽ നിനക്ക് അനുവദിക്കപ്പെടാത്ത പെണ്ണിന്റെ ശരീരത്തിലേക്ക് വിചാരത്തോടുകൂടി ഹറാമായ സ്പർശനം നീ നടത്തിയാൽ, ജാഅ യൗമൽ ഖിയാമ ويداه مغلولة إلى عنقه. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് നിന്നെ കൊണ്ടുവരപ്പെടുകയാണ്. നിന്റെ രണ്ട് കൈകളും പെരടിയിലേക്ക് വെച്ച് കെട്ടപ്പെട്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും പടച്ചറപ്പിന്റെ ദർബാറിൽ മുട്ടിൽ കുട്ടി വിറങ്ങലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമല്ലയോ? വതറാ കുല്ല ഉമ്മത്തിൻ ജാസിആ. നബിയേ നബിയേ, തങ്ങൾക്കെന്ന ജനങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്, ജനങ്ങളെ മഹ്ശറയിൽ കാണുന്നതാണ്. മുട്ടിൽ കെട്ടിയവരായി ഇടഞ്ഞിടഞ്ഞു നിൽക്കുകയാണ്. അല്ലാഹുവേ എന്നെയൊന്ന് രക്ഷിക്കണേ, നഫ്സി നഫ്സി, എന്റെ ആത്മാവ്, എന്റെ ശരീരമേ എന്ന് പറഞ്ഞുകൊണ്ട് സർവരും പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിലകൊള്ളുമ്പോ ഈ ദുനിയാവിൽ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവരുടെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ടുകൊണ്ട് അവരുടെ അംഗലാവണ്യങ്ങൾ ദർശിച്ചുകൊണ്ട് അവരുടെ ശരീരഭാഷയിലേക്ക് തൊട്ടവനെ, അവരുടെ ശരീരത്തിലേക്ക് കരതമരം കൊണ്ടമർത്തിയവനെ, അന്നമൻ വളയദഹു അൽമറാ ലാ തഹില്ലു ലഹു ബിശഹ്വാ. അനുവദിക്കപ്പെടാത്ത പെണ്ണിന്റെ ശരീരത്തിലേക്ക് വികാര വിചാരത്തോടുകൂടിയാണ് നീ സ്പർശിച്ചത് എങ്കിൽ വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി, അവന്റെ പിരടിയിലേക്ക് രണ്ട് കൈകളും ചങ്ങല കൊണ്ട് ബന്ധിച്ചതായ നിലയിൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിർത്തപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫൈന ഖബ്ബലഹാ, ഈ ദുനിയാവിൽ അന്യ പെണ്ണിനെ അവൻ ചുംബിച്ചിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും പാർക്കിലാകട്ടെ, മാളിലാകട്ടെ, ഏതെങ്കിലും ബീച്ച് റോഡുകളിലാകട്ടെ, ഏതെങ്കിലും കാടിന്റെ ഉള്ളറകളിലാകട്ടെ, ഏത് സ്ഥലത്ത് പോയിരുന്നു കൊണ്ടാണ് നീ ചുംബനം നടത്തിയത് എങ്കിലും നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ പടച്ചറപ്പിന്റെ ഹദ്റത്തിൽ നിൽക്കുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന പറയുകയാണ്, അവന്റെ ചുണ്ടുകളെ മുറിച്ചു മാറ്റണേ, മുറിച്ചു മാറ്റണേ. قرضت شفتاه بمقرض النار. سبحان الله. നരകത്തിലുണ്ടുകൊണ്ട് കത്തിച്ച് പഴിപ്പിച്ചതാകുന്ന ചൂടുള്ളതാകുന്ന കത്രിയ കൊണ്ട് അവരുടെ ചുണ്ടുകളെ സഭാര്യാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുറിച്ചു മാറ്റുമേ, മുറിച്ചു മാറ്റുമേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തീർന്നില്ല സഹോദര, നീ അന്യ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മേലാറ്റൂരിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന കോളേജ് കുമാരിമാരില്ലയോ, ക്യാമ്പസുകളിലേക്ക് പോകുന്ന മക്കളില്ലയോ, മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി എറണാകുളത്തേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളെ, രക്ഷിതാക്കളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. കലാലയങ്ങൾ നടക്കുന്നതാകുന്ന മോശപ്പെട്ട രാഗങ്ങൾ എത്രയാണ്, എത്രയാണ്, എത്ര ആളുകളാണ് മോശപ്പെട്ട തരത്തിലേക്ക് പോകുന്നത്, എത്ര മക്കളാണ് വിചാരത്തിലേക്ക് അറിയപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈൻ സനാ ബിഹാ, അന്യ പെണ്ണുമായി അവൻ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തശ്ഹദു അലു മുഫഖദിഹിൽ യുസറാ, ഇടതുകാലിന്റെ തുടയല് അല്ലാഹുവിന്റെ ദർബാറിൽ അവനെതിരായി സാക്ഷി നിൽക്കുമേ, പടച്ചറപ്പിന്റെ ഹദ്റത്തിൽ അവനെതിരായി സാക്ഷി നിൽക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ യാസീൻ എന്ന് മറക്കണേ ഉമ്മ. യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം വ്യക്തമാക്കുകയല്ലയോ, അല്ലൗമ നഖ്തിമു അലാ أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ലോകത്തുള്ള സർവ്വ മനുഷ്യ മക്കളും അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുകയാണ്, ഒരുമിച്ച് കൂട്ടുകയാണ്. അന്ന് ഈ ദുനിയാവിൽ കളവ് പറഞ്ഞ നിന്റെ നാവില്ലയോ, കോടതി പരാതിയിൽ വെച്ചുകൊണ്ടും കോടതി മുറിക്കുള്ളിൽ വെച്ചുകൊണ്ടും കള്ള സത്യം ചെയ്തതാകുന്ന നിന്റെ നാവില്ലയോ, ജഡ്ജിയെ പോലും വലച്ചതാകുന്ന തമാശ പോലും പറഞ്ഞുകൊണ്ട് നടന്ന
ഗീബത്ത് പറഞ്ഞുകൊണ്ട് നടന്ന നമീമത്തിന്റെ ഇരയാക്കിയതായ നിന്റെ നാവില്ലയോ ഈ നാവിനെ പടച്ചറപ്പ് സീൽ വെക്കുകയാ. അല്ലോ മനഖ്തിമു അലാ അഫ്വാഹിഹിം മനുഷ്യ മാനവാ നിന്റെ നാവിനെ അല്ലാഹു സീൽ വെക്കുകയാണ്. വതുകല്ലിമുനാ ഐദീഹിം നമ്മളോട് സംസാരിക്കുന്നത് അല്ലാഹു പറയുകയാണ്. ഖുർആനിലൂടെ യാസീനിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. യാസീൻ ഓതണേ ഉമ്മ, അത് പഠിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ആ ഖുർആനിക വചനമാണ്, ഖുർആനിക ആയത്താണ്. നാളെ നമ്മളോട് സംസാരിക്കുന്നത് അല്ലാഹു പറയുകയാണ്. മനുഷ്യ നിന്റെ ചുണ്ടുകളല്ല, നിന്റെ നാവല്ല, സംസാര ഭാഷ അല്ലാഹു കൈകൾക്ക് നൽകുകയാണ്. നിന്റെ നമസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ സക്കാത്ത്, നിന്റെ ഹജ്ജ്, നീ പാപങ്ങളെ സഹായിച്ചത്, നീ ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ചത്, നീ ആലിമീങ്ങൾക്ക് സഹായമായി വർത്തിച്ചത്, നീ മുത്തഅല്ലിമീങ്ങളെ സ്നേഹത്തിൽ കൊണ്ടാടിയത് എല്ലാം നിന്റെ വലത് കൈ വിളിച്ച് പറയുമ്പോ നിന്റെ വലത് കാലിന്റെ തുടയല്ല നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നീ കള്ളു കുടിച്ചിട്ടുണ്ട് എങ്കിൽ, നീ വ്യഭിചരിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ ദുനിയാവിൽ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ട് നിന്റെ രാത്രിയുടെ യാമങ്ങളെ നീ തള്ളി നീക്കിയിട്ടുണ്ട് എങ്കിൽ, മോശപ്പെട്ട തലത്തിലേക്ക് നിന്റെ കൈകാലുകളെ നീ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ, ഇടത് കൈ റബ്ബിനോട് വിളിച്ചു പറയുകയും ആ ഇടത് കൈയെ സാക്ഷ്യപ്പെടുത്തി നിന്റെ ഇടതുകാലിന്റെ തുടയല്ല അല്ലാഹുവിനോട് സാക്ഷ്യം നിന്നുകൊണ്ട് ശരിവെക്കുകയും ചെയ്യുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മനുഷ്യന്റെ അവയവങ്ങൾ സാക്ഷി നിന്നാൽ തീർന്നു തന്നെ. അവയവങ്ങൾ തന്നെ റബ്ബിനോട് പറയാ, അല്ലാഹുവേ ഞാൻ സാക്ഷിയാണ്. ഇടതുകാലിന്റെ തുടയല് പറയാ, പടച്ചറബ് വിചരിച്ചിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണ്. എന്റെ തൊട്ടടുത്തുള്ള അവയവമാണ് ലൈംഗിക അവയവം, അതുകൊണ്ട് വിചരിച്ചതാണ് എന്ന് ഇടതുകാലിന്റെ തുടയല് സാക്ഷി നിൽക്കും നാളെ അല്ലാഹുവിന്റെ ഹളറത്തിൽ വെച്ച് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ട ലൈംഗിക അവയവം കൊണ്ടുള്ള പ്രക്രിയ മാത്രമല്ല വ്യഭിചാരം. അങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ തെറ്റുകൾ അധികരിക്കുന്നത്. ഒരു പ്രശ്നമല്ല എന്നുള്ള രീതി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട അവയവമാണ് നമ്മുടെ കണ്ണ്, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ശ്രദ്ധിക്കണം. 3 കൂട്ടർ നാളെ നരകത്തിൽ കിടക്കൂല സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. റക്കാമീൻ പറയുന്നത് അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. 3 വിഭാഗം ആളുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആദരമായ സയ്യിദുനാ റസൂലുള്ളാഹി. قال رسول الله صلى الله عليه وسلم 3 عيون لا ترى أعينهم النار. 3 കൂട്ടർ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നരകം കാണുകയില്ല എന്ന അർത്ഥത്തിലാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് തന്നെ. എന്ന് പറഞ്ഞാൽ അത്രത്തോളം കാവലവർക്കുണ്ടാവും, കാവലുണ്ടാവും. ഈ പറയുന്ന 3 കൂട്ടരിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. ഇല്ല എങ്കിൽ അതിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽ ഒന്നാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് അൽ ഊലാ ഐനുൻ ഗല്ലത അൻ മഹാരിമില്ലാഹ്. ഹറാമ കാണാത്ത കണ്ണാണ് കണ്ണാൻ, ഹറാമ ദർശിക്കാത്ത കണ്ണാൻ. ഈ ദുനിയാവിൽ ഹറാമ കാണാത്ത കണ്ണ് ഏതൊരു വ്യക്തി ഒരുമിച്ചിട്ടുണ്ടോ, ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടോ, ഏതൊരു സഹോദരിക്കുണ്ടോ സിനിമ കാണാത്ത കണ്ണുണ്ടോ, സീരിയല് ദർശിക്കാത്തതായ കണ്ണുണ്ടോ, പാതിരാത്രി സമയത്ത് ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണ് നട്ടിരിക്കുന്നവരുണ്ടോ, തീർച്ചയായും പ്രയാസമാണ്.
സിനിമ കാണാത്തവർ, സീരിയൽ ദർശിക്കാത്തവർ, അന്യപുരുഷന്മാരുമായിട്ടുള്ളതാകുന്ന നോട്ടമില്ലാത്തവർ, അത് IMOയിലൂടെയുള്ള ചാറ്റിംഗ് ആയാലും ശരി, വീഡിയോ കോളുകൾ ഏത് തരത്തിൽ നടത്തിയാലും ശരി, ഈ ദുനിയാവിൽ നീ അതിനെ സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട് എങ്കിൽ നിനക്ക് നാളെ നരകീയ മോചനമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയതിനെ തൊട്ട് കണ്ണിനെ കാത്ത് സംരക്ഷിക്കുന്നവർ അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സാധാ സിനിമയും സീരിയലും ഒക്കെ കണ്ടുപോയല്ലോ എന്ന് കരുതുന്നവർ ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യൻ. അതിലെ തൗബയുടെ വാതിൽ അല്ലാഹു തുറന്നിട്ടിരിക്കുകയാണ്. ഏത് സമയത്തും അല്ലാഹു തൗബ സ്വീകരിക്കാൻ വേണ്ടി റെഡിയാണ്. നമ്മളെ തൗബ ചെയ്താൽ മതി, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ സദസ്സിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എല്ലാവരും പാപങ്ങൾ പൊറുപ്പിച്ചുകൊണ്ടായിരിക്കണം യാത്ര തിരിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്, ഹറാമ കാണാത്ത കണ്ണ് ഏതൊരു വ്യക്തിക്കുണ്ടോ, ഏതൊരു സഹോദരിക്കുണ്ടോ, നരകീയ മോചനം റെഡിയാണ്. നരകീയ മോചനം റെഡിയാണ്. എന്താണ് നരകം? നരകീയ മോചനം എന്ന് പറയുമ്പോൾ നരകമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? എപ്പോഴല്ലേ നരകീയ മോചനം ലഭിക്കുന്നതിന് പവിത്ര നമ്മൾ മനസ്സിലാക്കുള്ളൂ. രണ്ട് വിറകുള്ളികൾ ചേർത്ത് വെച്ചിട്ട് കത്തിക്കുന്നതാണ് നരകമെന്ന് നമ്മളിൽ പലരും ആരും കരുതിയിട്ടുണ്ട് എങ്കിൽ അവർ അറിയാത്തത് കൊണ്ടാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അജ്ഞരാണ് അവർ നരകത്തെ കുറിച്ച്. അങ്ങനല്ലല്ലോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്. എന്താണ് നരകം? قال رسول الله صلى الله عليه وسلم, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൗ ജുമിഅ ഹതബുദ്ദുനിയാ കുല്ലഹാ لكان الجزء الواحد من أجزاء جهنم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലൗ ജുമിഅ ഹതബുദ്ദുനിയാ കുല്ലഹാ, ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ട് കൂട്ടിയാലും അത് മുഴുവനും ഒരുമിച്ചിട്ട് കത്തിച്ചാലും, ലോകത്തുള്ള സർവവൃക്ഷങ്ങളും സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് വിറക് വസ്ത്രങ്ങളാക്കിയിട്ട് കത്തിച്ചാലും, ലകാനൽ ജുസുഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, കത്തിച്ചലിക്കുന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അതൊരു ചെറുതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് വളരെ ചെറുതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് നരകം എന്ന് പറയുന്നത്. ലൗ ജുമിഅ ഹതബുദ്ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നം. ചിന്തിച്ചു നോക്ക്. നമ്മളിപ്പോ തന്നെ എത്രയോ വൃക്ഷങ്ങൾ ഇവിടെ കാണും. അങ്ങോട്ട് വലത്തോട്ടം നോക്കിയാൽ മതി അല്ലേ? ഈ വൃക്ഷങ്ങൾ മാത്രമാണോ ഈ പറഞ്ഞത്? അല്ലല്ലോ. മലപ്പുറം ജില്ലയിലെ മാത്രമാണോ? നിലമ്പൂര് കാട്ടിലുള്ളത് മാത്രമാണോ? അല്ലല്ലോ. ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും. എത്ര കാടുകളുണ്ട്, എത്ര പ്രവിശാലമാണ് ഈ ഭൂമി. അതിലുള്ള മുഴുവൻ വൃക്ഷലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് വിറക് കഷ്ണങ്ങളാക്കിയിട്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ്. നരകത്തിന്റെ ഭാഗങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് തീരെ ചെറുതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാരകാരിയല്ല. അതുകൊണ്ട് തന്നെ നരകം ചെറുതായി കാണരുത്, നരകത്തിന്റെ ശിക്ഷയും ചെറുതായി കാണരുത്. സഹാബത്ത് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞു തന്നാലും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ, നരകത്തിന്റെ വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല നിങ്ങൾക്കത് കേട്ടിരിക്കാൻ സാധിക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി, അതിലുള്ളതാകുന്ന ഒരു ത്രാണി നിങ്ങൾക്കില്ല എന്ന് പ്രവാചകൻ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത്. ഹദീസിൽ കാണാം, ഏറ്റവും ചെറുതാണ് പറഞ്ഞു കൊടുത്തത്. വലുത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ കഴിയില്ല.
قال رسول الله صلى الله عليه وسلم ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇന്നഹു വനാഖിലിൻ നാരി അദാബാ മല്ലഹു വനഅലാനി വശറാഖാൻ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഉറപ്പെടുത്തുകയാണ് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ എന്തെന്നറിയുമോ ഇന്നഹു വനാഖിലിൻ നാരി അദാബാ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ മല്ലഹു വനഅലാനി വശറാഖാൻ നരകത്തിലേക്ക് കടന്നാലുടനെ ബാത്റൂമിൽ നമ്മൾ ധരിക്കുന്ന ഹവായ ചെരുപ്പ് പോലെയുള്ള രണ്ട് വള്ളികളുള്ളതാകുന്ന തീയാൽ പടക്കപ്പെട്ടതായ ഒരു ചെരുപ്പ് അല്ലാഹു സബാരിയാക്കളാകുന്ന മലക്കുകൾ മുഖേന ഇട്ട് തരുകയാണ് സുബ്ഹാനല്ലാഹ് യുഗ്ലാ മിൻഹാ ദിമാഉഹു ആ ചെരുപ്പിന്റെ ചൂട് കാരണത്താൽ സഹാബാ ചൂടങ്ങ് അകത്തേക്ക് കടന്നു വരുകയാണ് ചൂടതിന്റെ മുട്ടിലൂടെ തുടയിലൂടെ ആമാശയത്തിലൂടെ നിന്റെ കഴുത്തിലൂടെ നിന്റെ തലച്ചോറിനുള്ളിലേക്ക് നരകത്തിൻ്റെതാകുന്ന ചൂടാണ് കടന്നു വരുന്നത് അത് ചെരുപ്പിലൂടെയാണ് കടന്നു വരുന്നത് ആ ചെരുപ്പിന്റെ കാരണത്താൽ അതിന്റെ ചൂട് തലച്ചോറിനുള്ളിലേക്ക് കടന്നു വന്ന് തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി മല്ലഹു നഅലാനി വശറാഖാൻ യുഗ്ലാ മിൻഹാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജലു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നരകത്തിലേക്ക് കടന്നാലുടനെ നിനക്ക് ധരിപ്പിക്കുന്ന ചെരുപ്പ് ആ ചെരുപ്പാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ആ ചെരുപ്പിട്ട് കൊടുക്കലാണ് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ആ ചെരുപ്പ് അങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ രണ്ട് വള്ളികളുള്ള ചെരുപ്പാണ് അത് കാലിലേക്ക് ഫിറ്റായി കിടക്കുകയാണ് നീ ഊരാ നോക്കിയാൽ പറ്റുന്നതല്ല അതിന്റെ ചൂട് നിന്റെ ഉള്ളങ്കാലൂടെ പ്രവഹിച്ച് നിന്റെ മുട്ടിലൂടെ തുടയിലൂടെ നിന്റെ കഴുത്തിലൂടെ നിന്റെ തലച്ചോറിനുള്ളിലേക്ക് കടന്നു വന്ന് തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമേ എന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി സഹാബത്തിൽ പലരും ഇത് കേട്ടുകൊണ്ട് ബോധരഹിതരാവുകയാണ് ചിന്തിക്കണേ സോദരാ ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ നിന്ന് മോചനം നമുക്ക് ലഭിക്കണേ നമ്മുടെ മക്കൾക്ക് ലഭിക്കണേ അതിനാദ്യമായി പ്രവാചകൻ പറഞ്ഞ വഴി ഐനുൻ ഹുല്ലത്ത് അൻ മഹാരിമില്ലാഹ് ഹറാമ കാണാത്ത കണ്ണ ഹറാമ ദർശിക്കാത്ത കണ്ണുകൾ ഏത് വ്യക്തിക്കുണ്ടോ ഏതൊരു സഹോദരിക്കുണ്ടോ അന്യ പുരുഷന്മാരുമായി പാതിരാത്രി സമയത്ത് ചാറ്റിംഗ് നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരിമാരില്ലയോ നേരം വിളക്കുന്നത് വരെ സ്വന്തം ഭർത്താവ് ഗൾഫിലായിരിക്കാം അവരെ മറന്നുകൊണ്ട് ചാറ്റിംഗ് നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരി നീ പഠിച്ചു വെക്കണേ നാളെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതാണ് നരകീയ ശിക്ഷയാണ് നൽകപ്പെടുക ഹറാമായ ദർശനം അരുതേ മോശപ്പെട്ട രീതിയിലുള്ളതാകുന്ന കാഴ്ച പാടില്ല ഊഖിദന്നാറു അൽഫസന احمرت ثم اوقد الف سنه حتى بيضت ثم اوقد الف سنه حتى سودت وهي سوداء مظلمه പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തെ കുറിച്ച് വീണ്ടും ഉറപ്പെടുത്തുകയാണ് 1000 കൊല്ലമാണ് സോദര നരകത്തെ അല്ലാഹു കത്തിച്ചത് 1000 കൊല്ലം രാവും പകലും നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ് വീട്ടിൽ 10 പേര് വരുന്നുണ്ട് എന്നറിഞ്ഞാൽ നമുക്ക് ഭക്ഷണം വെക്കാൻ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രമാണ് അടുപ്പ് കത്തിക്കുന്നത് എങ്കിൽ അത് അല്പം ചെറിയ ജ്യോതിയിലാണ് അടുപ്പ് കത്തിക്കുന്നത് എങ്കിൽ ഈ ലോകത്തുള്ള സർവ്വവൃക്ഷലതാദികൾ ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും നരകത്തിന്റെ തീയിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ നരകത്തിന്റെ കത്തിക്കൽ എത്രമാത്രം വലിപ്പമാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്
ശാബാ ഊഖിദന്നാറു അൽഫ സന 1000 കൊല്ലം രാവും പകലും നിരന്തരമായി നരകത്തെ കത്തിച്ചുവത്രേ. നിർത്തിയില്ല ഹത്താ ഹമറത് നരകം വല്ലാതെ ചുവന്നു തുടുത്തിരിക്കുകയാണ്. സുമ്മ ഊഖിദ അൽഫ സന അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നരകത്തെ കത്തിക്കുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കുകയാണ്. ഈ ദുനിയാവിൽ 30 കൊല്ലം കള്ളുകുടിച്ച് നടന്നവൻ, 40 കൊല്ലം വ്യഭിചരിച്ച് നടന്നവൻ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് നടന്നവൻ, അന്യപെണ്ണുമായി വ്യഭിചരിച്ചവന് ഒരുപക്ഷേ 30 വയസ്സേ ഉണ്ടാവുകയുള്ളൂ, 40 വയസ്സേ ജീവിച്ചിട്ടുണ്ടാവുകയുള്ളൂ. അവന് നാളെ നൽകാനുള്ളതാകുന്ന നരകത്തെ അല്ലാഹു 2000 കൊല്ലം അടുപ്പിച്ച് കത്തിക്കുകയാണ്. പഠിച്ചു വെക്കണേ 2000 കൊല്ലം നിരന്തരമായി കത്തിച്ചപ്പോ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്ത് തൊടുത്തുപോയി. അല്ലാഹു കത്തിക്കല് നിർത്തിയില്ല. അല്ലാഹു മൂന്നാമതൊരു 1000 കൂടെ കത്തിക്കാൻ നിർദ്ദേശം നൽകുകയാണ്. 1000 കൊല്ലം കത്തിച്ച് ചുവന്ന് തുടുത്ത നരകം വീണ്ടും 1000 കൊല്ലം കത്തിച്ച് വെളുത്തു തുടുത്തതാകുന്ന നരകം വീണ്ടും 1000 കൊല്ലം കൂടെ കത്തിക്കുകയാണ്. അത് വല്ലാതെ വെളുത്തു തിരുന്നതാകുന്ന നരകം കറുത്തു തുടുക്കുകയാണ്. തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബ നരകം വല്ലാതെ കറുത്തുപോയി. സാബാ വഹിയ സൗദാ മുളിമാ 1000 കൊല്ലം കത്തിച്ചപ്പോൾ ചുവന്നതാകുന്ന നരകം വീണ്ടും 1000 കൊല്ലം കത്തിച്ചപ്പോൾ വെടുത്തു തൊടുത്ത നരകം വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചപ്പോ 3000 കൊല്ലം രാവും പകലും നിരന്തരമായി കത്തിച്ച നരകം അതിന്റെ നിറം തന്നെ വ്യത്യാസപ്പെടുകയാണ്. വല്ലാതെ കറുകറുത്ത നിറമായി പോയി. സാബാ ആര് കണ്ടാലും പേടിക്കുന്ന കോലമാണ്. വഹിയ സൗദാ മുളിമാ കത്തിച്ചരിക്കുന്നതാകുന്ന നരകത്തെ കുറിച്ച് റസൂലുള്ള പറയുകയാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുന്നത്, ആ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണോ ഈ ദുനിയാവിൽ ഹറാമ കാണരുത്. ഇതുവരെ ഞാൻ സിനിമ കണ്ടല്ലോ, ഇതുവരെ ഞാൻ സീരിയൽ ദർശിച്ചല്ലോ, അന്യപെണ്ണുമായി ഇന്നലകൾ വരെ ഞാൻ ചാറ്റിംഗ് നടത്തിയല്ലോ ഉസ്താദേ, മോശപ്പെട്ട ഭാഷണം നടത്തിയല്ലോ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പ് നമ്മുടെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് നീ വിഷമിക്കല്ല സഹോദരാ, നീ പടച്ചറപ്പിലേക്ക് തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നരകീയ മോചനം ലഭിച്ച രണ്ടാമത്തെ കൂട്ടരാരെന്നറിയുമോ? ഐനുന സഹറത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണാണ്. ദാറുൽ ഹിക്മത്തിന്റെ പരിസരത്ത് പരിസമാത്ത് കുറിക്കുന്ന ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരെ, പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റി പ്രകാശത്തിന്റെ ശാന്തര തീരത്തേക്ക് ഇൽമിന്റെ തീരത്തേക്ക് ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ നമുക്ക് സാക്ഷിപത്രമാകുന്ന ഒരു രാവാണ് ഈ രാവ്. നാളെ അള്ളാന്റെ കോടതിയിൽ പറയാം, പടച്ചറപ്പേ അള്ളാഹുവിന്റെ മഹത്വത്തിൽ ഇഷ്ടപ്പെടുന്ന അവന്റെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ പൊരുത്തം കിട്ടുന്ന മർഹൂം നാട്ടിക ഉസ്താദിന്റെ കരങ്ങളാൽ സ്ഥാപിതമായ മഹത്തരമാകുന്ന ദാറുൽ ഹിക്മ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ മുറ്റത്ത് രാത്രി ഞങ്ങൾ ഉറക്കമൊഴിച്ചിറപ്പേ ഇൽമിന്റെ സദസ്സിലാണ് വന്നിരുന്നത്. അല്ലാഹ് ഇൽമിന്റെ സദസ്സിലാണ് ഉറക്കമൊഴിച്ചത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണ് ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരിക്കുണ്ടോ, തീർച്ചയായും നരകീയ മോചനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുള്ളവർ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. തഹജ്ജുദ് നമസ്കരിച്ചവർ, രാത്രി എഴുന്നേറ്റ് പൊട്ടിക്കരന്നുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചവർ, സ്വന്തം ഭർത്താവ് പ്രവാസിയാണ്, ഇല്ലെങ്കിൽ നാട്ടിൽ തന്നെ രാവിലെ ജോലിക്ക് പോകുന്ന സഹോദരന് അദ്ദേഹത്തിന് വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ച് പൊട്ടിക്കരയുന്ന ഭാര്യ,
ഭാര്യയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പൊട്ടിക്കരയുന്ന ഭർത്താവ്, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവർ, രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർ ആരുണ്ട്? ഇന്ന് ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവർ എത്ര പേരാണ്? നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് നമുക്ക് മൊബൈൽ ഫോൺ ഈ കാലഘട്ടത്തിൽ ഐടി യുഗത്തിൽ എത്രയോ സൗകര്യപ്രദമാണ്. ആപ്പ് സ്റ്റോർ വഴിയും പ്ലേ സ്റ്റോർ വഴിയും ഒക്കെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഖുർആന്റെ സോഫ്റ്റ്വെയർ. യാത്ര ചെയ്യുന്നവൻ, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവൻ, കാറിലാകട്ടെ, ബസ്സിലാകട്ടെ, ട്രെയിനിലാകട്ടെ, എവിടെയായിരുന്നാലും ഖുർആൻ അവന് ഓതാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇന്ന് കാലഘട്ടത്തിൽ വളരെയേറെ സുലഭമാണ്. ഒരുപക്ഷെ ഖുർആൻ അവന്റെ കയ്യിൽ കൊണ്ടു നടക്കാൻ അവന് പ്രയാസമാണ് എങ്കിൽ അവന്റെ മൊബൈലിൽ അതിന് പറ്റും. അതിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. ഒരു പൈസ പോലും അതിന് ഈടാക്കുന്നില്ല. നെറ്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നെറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ചാർജ് ഉണ്ട് എങ്കിൽ തീർച്ചയായും അവന് പരിപൂർണമായി അത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം. ഈ സൗകര്യങ്ങളൊക്കെ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ട് എന്തേ ഉപയോഗപ്പെടുത്താതെ ഒരു പുതിയ കാറ് വാങ്ങിച്ചു, വീട്ടിൽ കാറ് വാങ്ങിച്ചു എങ്കിൽ അപ്പോഴും ആ കാറിനുള്ളിൽ ആദ്യമായി ഇടാൻ ശ്രമിക്കുന്നത് കുട്ടികൾ മോശപ്പെട്ട ഡിസ്കോ ബ്രേക്ക് ഡാൻസുകളാണ്. അങ്ങനെയാണ് കാലഘട്ടം പോയിരിക്കുന്നത്. അതിന്റെ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യിക്കുന്ന ആദ്യം അതിട്ടുണ്ടായിരിക്കും. സണ്ണി ലിയോന്റെ 2 പാട്ട് വിട്ടുകൊണ്ട് റാഹത്തായിട്ട് തുള്ളിക്കളിച്ചു പോവാ. റാഹത്തായി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇന്നത്തെ സമൂഹം മാറ്റം വരണ്ടേ? നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആൻ ബൽ വദ്ദുനിയാ വഅൻത ലിൽ ഖുർആൻ ബൽ വൽ ആഖിറ ശഫീഉനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ കേൾക്കണേ. ഖുർആൻ കേൾക്കുന്നതിലൂടെ ഭൗതിക ലോകത്തെ ബുദ്ധിമുട്ടുകൾ, പരാമുസീബത്തുകളെ തൊട്ട് അല്ലാഹു തടുക്കാൻ നിദാനമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. യുദ്ഫഉൻ മുസ്തമിൽ ഖുർആൻ ബൽ വദ്ദുനിയാ വഅൻത ലിൽ ഖുർആൻ ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരുണ്ടോ? പാതിരാത്രി സമയത്തുറക്കമൊഴിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഖത്മുകൾ തീർക്കുന്നവരുണ്ടോ? തീർച്ചയായും ആഖിറത്തിലെ ബലാമുസീബത്തുകളെ തൊട്ട് അവൻ ഒഴിവാകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ ഭൗതിക ലോകത്തും രക്ഷ, ആഖിറത്തിലും രക്ഷ, രണ്ടിടത്തും രക്ഷപ്പെട്ടാൻ ഉപകരിക്കുന്നതാണ് ഖുർആനുമായിട്ടുള്ള ബന്ധം. ഖുർആൻ കേൾക്കുക, ഖുർആൻ നല്ലതുപോലെ ഓതുക. ഖുർആൻ കേൾക്കുക, ഖുർആൻ ഓതുക എന്നുള്ളതാണ് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്തും നേട്ടം, ദുന്യവിയായ നേട്ടവും ആഖിറത്തിലേക്കുള്ള നേട്ടം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളുടെ, ചെറുപ്പക്കാരുടെ, സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ ഒക്കെ മൊബൈൽ ഫോൺ ഒന്ന് നോക്കി, എത്രയോ അശ്ലീലതകളാണ് നിറഞ്ഞിരിക്കുന്നത്. ഖുർആൻ ഉണ്ടാവൂല, ഞാൻ പറഞ്ഞതുപോലെ ഖുർആൻ സോഫ്റ്റ്വെയർ ഉണ്ടാവൂല, ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ഖിറാഅത്ത് ഒന്നും കാണൂല, സിനിമാ പാട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയല്ലേ എപ്പോഴും ബസ്സിലും ട്രെയിനിലും ഒക്കെ നിങ്ങൾ നോക്ക്, ചെറുപ്പക്കാര്, സഹോദരങ്ങള്, സഹോദരിമാർ എപ്പോഴും ഹെഡ്സെറ്റ് ഇങ്ങനെ വെച്ചിരിക്കാൻ. എപ്പോഴും ബസ്സിലോട്ടും കൊണ്ട് കയറിയ സീറ്റ് കിട്ടിയാൽ ഉടനെ ഇത് വെക്കുക. സീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ് സംഭവം? കേൾക്കുന്നത് മുഴുവനും സിനിമകളും സിനിമാ പാട്ടും. ഇത് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തും കേട്ടുകൊണ്ട് കിടക്കുന്നത് തന്നെ. രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സിനിമാ പാട്ട് കേട്ടോണ്ടേ ഉറങ്ങുള്ളൂ. കാതിൽ ഹെഡ്സെറ്റ് ഉണ്ട്. ഉറങ്ങിക്കിടക്കുന്നതാകുന്ന +2 പഠിക്കുന്ന മകന്റെ ചാരത്തുള്ള ഹെഡ്സെറ്റ് വാപ്പ 12:30 മണിക്ക് വാപ്പയൊന്ന് കാതിൽ വെച്ചാൽ വാപ്പ തുള്ളിപ്പോവും. കാരണം അത്തരത്തിലുള്ള സിനിമാ പാട്ടാണ് അവൻ കേട്ടുകൊണ്ട് കിടക്കുന്നത്. അവൻ ഉറങ്ങിയിട്ടുണ്ടാകും, അപ്പോഴും ഹെഡ്സെറ്റ് എടുത്തിരുന്നിട്ട് ഇങ്ങനെ അതിലൂടെ പാട്ടിങ്ങനെ മൊബൈലിലൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഞാൻ ഇന്നത്തെ യുവതലമുറയുടെ പോക്കിതാണ്. രാത്രി ഉറക്കം എങ്ങോട്ടാ? മരണത്തിലേക്കാണ് പോകുന്നത്. അതൊക്കെ പഠിക്കണ്ടേ നമ്മള്? الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى. شد القرآن. الله يتوفى الأنفس حين موتها والتي لم تمت في منامها
فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى. മനുഷ്യ മാനവ, നീ ഉറങ്ങുന്ന സന്ദർഭത്തിൽ നിന്റെ ആത്മാവിനെ അല്ലാഹു പിടിച്ചിരിക്കുകയാണ്. ഉറക്കമെന്ന് പറയുന്നത് മരണമാണ്. ഖുർആൻ പറയാം, ഉറക്കം എന്ന് പറയുന്നത് മരണമാണ്. നിന്റെ ആത്മാവിനെ പിടിച്ചിരിക്കാൻ. ഇത് കേൾക്കുമ്പോ ഇനി ഉറങ്ങാതിരിക്കണ്ട, പേടിച്ചിട്ട് പഠിച്ചവനെ മരണമാണോ എന്ന് പേടിച്ചിരിക്കണ്ട. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകാൻ. വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. അടുത്ത ഒരു അവധി വരെ നിനക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരെ അല്ലാഹു തിരിച്ചു നൽകുകയാണ്. ഫയുസികുല്ലതി ഖലാ അലൈഹൽ മൗത്. ഉറക്കിലൂടെ മരണം അല്ലാഹു സ്ഥിരപ്പെടുത്തിയിരിക്കുന്നവരുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുകയാണ്. ചില ആളുകളുണ്ട് ഉറക്കത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെച്ചു, തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല. ചിലർക്ക് അല്ലാഹു തിരിച്ചു നൽകും. നമ്മൾ നേരമെടുത്ത് രാവിലെ തിരിച്ച് പള്ളിയിലോട്ട് പോകുന്നു, അല്ലേ, നിസ്കരിക്കുന്നു, നമ്മൾ പന്ത് കളിക്കാൻ പോകുന്നു, കോളേജിലേക്ക് പോകുന്നു, ഒക്കെ പടച്ചറപ്പ് തിരിച്ച് ആത്മാവ് നൽകിയിട്ടാണ്. വയുർസിലുൽ ഉഖറ ഇലാ അജലിൻ മുസമ്മാ, അടുത്തൊരവധി വരെ. അപ്പൊ നിന്റെ ഉറക്കം അത് മരണത്തിലേക്കുള്ള യാത്രയാണെന്ന് നീ മനസ്സിലാക്കി ഇത്തരത്തിലുള്ള അശ്ലീലതകളിൽ നിന്ന് ഒഴിയുന്നേ നന്നാവും. ഇനി എപ്പോഴും നന്നാവുന്നത്? പാല് കെട്ടിട്ട് നന്നാവാൻ ഇവിടെ സമയങ്ങൾ കുറവല്ലേ? ആയുസ് ചുരുക്കപ്പെട്ടു പോയില്ലേ? സമയങ്ങളും ചുരുങ്ങിയില്ലേ? മുൻകഴിഞ്ഞു പോകുന്ന മഹത്തുക്കൾ ജീവിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ കിട്ടിയ ബറക്കത്ത് പോലെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നുണ്ടോ? ചിന്തിക്ക്. ആയുസ്സിൽ ഇവിടെ ബറക്കത്ത്, നമസ്കാരങ്ങൾ ചിട്ടവെക്കാത്തവൻ, ജമാഅത്തുകൾക്ക് ശ്രദ്ധ പതിപ്പിക്കാത്ത പുരുഷന്മാർ, നമസ്കാരങ്ങളിൽ ചിട്ടവെക്കാത്ത സഹോദരിമാർ, അവന്റെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് എടുത്തു കളയും. നമുക്കിന്ന് സംഭവിച്ചിരിക്കുന്നതാ. നമ്മളും ഇമാം നബവി റളിയല്ലാഹു അൻഹു ജീവിച്ചതുപോലെ 43 വയസ്സായവരും ഈ കൂട്ടത്തിൽ ഉണ്ടാകും, 50 വയസ്സെത്തിയവരുണ്ടാകും. ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെ 53 വയസ്സുള്ളവർ നമുക്കിടയിൽ ഉണ്ടാകും. പക്ഷെ അവരുടെ ജീവിതത്തിൽ അല്ലാഹു കൊടുത്തൊരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകാതെ പോയി. എന്തുകൊണ്ട്? നമ്മളിൽ പലരും കാലഘട്ടം ചുരുങ്ങിപ്പോയി, ആയുസ്സിൽ ബറക്കത്തില്ലാതായി പോയി എന്നുള്ളതാണ്. അവസാന കാലഘട്ടം അങ്ങനെയാണ്, സമയങ്ങൾ ചുരുങ്ങുമെന്നാണ്. ഒക്കെ ഹദീസ് പറയുന്ന സമയം ഒരുപാട് പോകും. ഇപ്പൊ പറഞ്ഞു ഇങ്ങ് എത്തിയിരിക്കാൻ. ഇനി തിരിച്ചു വരികയാണ്. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിരിച്ചു വരും. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാലഘട്ടം ചുരുങ്ങുമെന്നാണ് അവസാനം എത്തുമ്പോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാറബ സമാൻ. കാലഘട്ടം അടുക്കലിലൂടെ, കാലഘട്ടം ചുരുങ്ങലിലൂടെ അല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 2018 എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. 19 കടന്നു വന്ന മാസങ്ങൾ കഴിയുകയല്ലയോ, ദിവസങ്ങൾ കൊഴിഞ്ഞു പോവുകയല്ലയോ, എത്ര പെട്ടെന്നാണ്. ഒരു കൊല്ലം നിനക്കൊരു മാസമായി തോന്നിയാൽ, ഒരു മാസം നിനക്ക് ഒരാഴ്ചയായി തോന്നിയാൽ, ഒരാഴ്ച നിനക്കൊരു ദിവസമായി തോന്നിയാൽ, ഒരു ദിവസം ഒരു മണിക്കൂറായി തോന്നിയാൽ, ഒരു മണിക്കൂർ ഒരു മിനിറ്റായി തോന്നിയാൽ, ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി തോന്നിയാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാറബ സമാൻ. ശരിയല്ലേ? നേരം വെളുക്കുന്ന വൈകിട്ടാകുന്നു, ഒന്നും ചെയ്തിട്ടുണ്ടാവൂല. പെണ്ണുങ്ങൾ തന്നെ പറയും അരി അടുപ്പിട്ടിട്ടില്ല, അരിവും ഉച്ചയായി പോലെ വൈകുന്നേരം ആയല്ലോ എന്ന് പറയും. അത്ര സ്പീഡിൽ പോവാണ് ദിവസങ്ങൾ, ഇങ്ങനെ പോവാ. ഒന്നും ചെയ്യാൻ നിക്കറൊക്കെ ഉസ്താദ് എപ്പോഴാ ചെല്ലാൻ സമയം, ഒന്നും ചെല്ലാൻ സമയമില്ലല്ലോ എന്ന് പറയാം. കാരണം അത്ര പെട്ടെന്ന് ജീവിതത്തിൽ ഇങ്ങനെ പോകും. അതാണ് ആയുസ്സിൽ ബറക്കത്ത് എടുത്ത് കളയും.
നമ്മൾ ജീവിതത്തിൽ ചോദിക്കേണ്ട ഒരു ദുആ ഉണ്ട് കേട്ടോ. ജീവിതത്തിൽ എപ്പോഴും ചോദിക്കേണ്ട ഒരു ദുആ, ഖുനൂത്തിൽ നമ്മൾ ദുആരക്കുന്ന ദുആ, വബാരിക് ലി ഫീമാ അഅതൈത്, നീ നൽകിയതിൽ അല്ലാഹു നീ എനിക്ക് ബർക്കത്ത് ചെയ്യണേ. അത് ഭയങ്കര ചോദ്യമാണത്. കാരണം ഇന്നിപ്പോ ഭക്ഷണം കഴിക്കാൻ നമ്മളൊരു വീടുകളിൽ പോയെന്ന് സങ്കല്പിക്കാം, നല്ല ഭക്ഷണം കഴിക്കാനായിട്ട്. അവിടെ ഒരുപാട് ഭക്ഷണം ഉണ്ടാകും, ഇഷ്ടം പോലെ ഉണ്ടാവും. കല്യാണ സദസ്സിൽ പോയതാ, പക്ഷെ അതിൽ പലതും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്താ പറയുക, നമ്മുടെ ആയുസ്സിൽ അല്ലാഹു അത് ബർക്കത്തിയിട്ടില്ല എന്നർത്ഥം. ഒന്നില്ല നിനക്ക് ഷുഗർ ആയിരിക്കും, ഇല്ല കൊളസ്ട്രോൾ ആയിരിക്കും, ഇല്ലെങ്കിൽ പ്രഷറിന് അസുഖം, അല്ലെങ്കിൽ ഇതൊന്നും കഴിക്കാൻ പറ്റൂല, ഈ സാധനം ഒന്നും പറ്റൂല, എരിവും പുളിയും എരിവുള്ളതായിരിക്കും, പുളി കൂടുതലുള്ളതായിരിക്കും. ചുരുക്കത്തിൽ നിനക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം അതിനിടയിൽ ചിലപ്പോൾ 1-2 കാണുള്ളൂ. ഭക്ഷണം ഒരു 100 ഐറ്റം ഉണ്ടാവും. അതാണ് വബാരിക് ലി ഫീമാ അഅതൈത്, അല്ലാഹു നീ നൽകിയതിൽ എനിക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അത് നല്ല മനസ്സിരുത്തി ചോദിക്കേണ്ട ഒരു ദുആ. അതെവിടെയുണ്ട്? ഖുനൂത്തിലുള്ള ദുആ. അതിന് ആദ്യം സുബഹി നിസ്കരിക്കണം, എന്നാലേ ഖുനൂത്ത് കിട്ടുള്ളൂ. സുബഹി ഇല്ലാതെ പിന്നെ ഖുനൂത്ത് ഓതിയിട്ട് എന്താ കാര്യം? നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. വബാരിക് ലി ഫീമാ അഅതൈത്, അല്ലാഹു നീ നൽകിയതിൽ ബർക്കത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിൽ അതൊക്കെ അനുഭവിക്കാനുള്ള ആസ്വാദത അല്ലാഹു നൽകണം. അല്ലെങ്കിൽ പിന്നെ എന്താ ഫൈദ? ഒരുപാട് വിഭവങ്ങളുണ്ട്, അതൊന്നും നമ്മൾ ആസ്വദിക്കാൻ. വിഭവങ്ങൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഭക്ഷണം കഴിക്കലല്ലോ നമ്മുടെ ലക്ഷ്യം, അതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല്ലിനെ കുറിച്ച് അല്ലാഹു എടുത്തു പറഞ്ഞതിനെ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലാഹു പറഞ്ഞത് എന്താ? അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യന് 2 കണ്ണുകളെ നാം നൽകിയില്ലേ, വലിസാനൻ, ഒരു നാവിനെയും കൊടുത്തില്ലേ, വശഫതൈൻ, 2 ചുണ്ടുകളെയും കൊടുത്തില്ലേ. ഈ ചുണ്ടും പറഞ്ഞു, നാവും പറഞ്ഞു, അതിനിടയിലുള്ള പല്ലുകളെ അല്ലാഹു പറഞ്ഞില്ല. എന്തുകൊണ്ട്? തീറ്റയല്ല ഈ ദുനിയാവിൽ പ്രധാനം, ഈ ദുനിയാവിൽ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലലാണ്. അവന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് മനസ്സിലാക്കി ഹൃദയം സാന്നിധ്യത്തോടുകൂടി ചുണ്ടും നാവും ചലിപ്പിച്ചുകൊണ്ട് പടച്ചറബിന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കലാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകം. അതുകൊണ്ട് അല്ലാഹു പല്ല് പറഞ്ഞില്ല. എന്ത് പറഞ്ഞുള്ളൂ? പല്ലൊരു പക്ഷേ ഈ ദുനിയാവിൽ ഒരാൾ പല്ലടിച്ചിട്ടാൽ അവന് ചിലപ്പം നഷ്ടപരിഹാരം ചിലപ്പോൾ കുറെ കൊടുക്കാനുണ്ടാവും. പക്ഷെ പല്ലിന് അള്ളാഹു ഖുർആനിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പല്ല് തന്നില്ലേ എന്ന് അള്ളാഹു എടുത്ത് ചോദിച്ചില്ല. എന്ത് ചോദിച്ചു? കണ്ണ് ചോദിച്ചു, ചുണ്ട് ചോദിച്ചു, നാവും ചോദിച്ചു. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നരകം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വലിയ വിഷയം തന്നെയാണ്. ആ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന 2ാമത്തെ കൂട്ടരെ നമ്മൾ പറഞ്ഞു. ഈ ഭൗതിക ലോകത്ത് ദുനിയാവിൽ കിട്ടുന്ന അവസരങ്ങളിൽ ഉറക്കമൊഴിച്ചതാകുന്ന കണ്ണുകളാണ്. അതിന് നമ്മുടെ ആയുസ്സിൽ എത്രയോ കുറവാണുള്ളത്. ചിന്തിക്കുക. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഹയാത്തൊക്കെ രാത്രി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുമെന്നോ നമ്മൾ ഉറപ്പ് വെക്കണം, നിയത്ത് വെച്ചിട്ടേ പോകാവുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3ാമതായി ഉറപ്പെടുത്തുകയാണ്, നരകീയ മോചനം ലഭിക്കുന്ന 3ാമത്തെ കൂട്ടർ, വഅയ്നുൻ ഖറജത് മിൻഹാ തുമൂ മിസ്ല റാസിൽ മുബാദ്. ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, അവർക്ക് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് തൗബ ചെയ്യാൻ അല്ലാഹു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, സൗഭാഗ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ അവർ തീർച്ചയായും രക്ഷപ്പെട്ടു. അവർക്ക് നാളെ പാരത്രിക ലോകത്ത് നരകീയ മോചനമാണ്, നരകീയ മോചനമാണ്. ഹബീബായ നബി തങ്ങൾ ഉറപ്പെടുത്തിയില്ലയോ, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ ويبسط يده بالنهار ليتوب مسيء الليل. പടച്ചറമ്പുരാൻ, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്യനായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളഭൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ
വെള്ളത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്ത്രമായ പരിപാലകനായ സർവേശ്വരനായ പടച്ചറപ്പില്ലയോ, ആ പടച്ചറപ്പ് തൗബയുടെ കവാടങ്ങൾ അവൻ തുറന്നിട്ടിരിക്കുകയാണ്. പകലത്തെ ചെയ്ത മനുഷ്യ, പാതിരാത്രി സമയത്ത് നിന്റെ തെറ്റുകൾ പൊറുക്കാൻ അല്ലാഹു സന്നിഹിതനാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസിഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസിഉൽ ലൈൽ. പാതിരാത്രി സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യ, കള്ളു കുടിച്ച മനുഷ്യ, വ്യഭിചരിച്ച മനുഷ്യ, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നടത്തിയ സഹോദര, മോശപ്പെട്ട ബ്ലൂഫിമുകൾ കണ്ടു തീർത്ത സഹോദര, ഏതൊക്കെ രീതിയിലുള്ള അശ്ലീലതകളാണോ നിന്റെ കൈകാലുകൾ കൊണ്ട് നിന്റെ അവയവങ്ങൾ കൊണ്ട് ഈ ഭൗതിക ലോകത്ത് നീ ചെയ്തു തീർത്തിട്ടുള്ളത് എങ്കിൽ അതിലെല്ലാം തൗബ സ്വീകരിക്കാൻ അല്ലാഹു സന്നിഹിതനാണ്, സന്നിഹിതനാണ്. നീ പകലാണോ തെറ്റ് ചെയ്തത്, അല്ലാഹു റെഡിയാണ് നിന്റെ പാപം പൊറുക്കാൻ. നീ പാതിരാത്രിയാണോ തെറ്റ് ചെയ്തത്, അല്ലാഹു സന്നിഹിതനാണ് നിന്റെ തൗബയെ സ്വീകരിക്കാൻ. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുന്നത്. ഇന്നമത് തൗബതു അലല്ലാഹ്, ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله فأولئك يتوب الله عليهم وكان الله غفورا رحيما. ഈ ദുനിയാവിൽ തെറ്റുകൾ ചെയ്ത മനുഷ്യൻ പടച്ചറപ്പിലേക്ക് പെടുന്നനെ തൗബയുടെ കവാടങ്ങൾ സ്വീകരിക്കപ്പെടാൻ തൗബ ചെയ്യാൻ വേണ്ടി കൈകൾ നീട്ടിക്കൊണ്ട്, നാഥാ ഞാൻ കള്ളു കുടിച്ചു പോയ റബ്ബേ, ഞാൻ വ്യഭിചരിച്ചു പോയ അല്ലാഹ്, ഞാൻ മോശപ്പെട്ട രീതിയിൽ അകപ്പെട്ടു പോയ അല്ലാഹ്, ഞാൻ ദീനിനെ സഹായിക്കാത്തവനായി, ദീനിന്റെ സംരംഭങ്ങളെ കളിയാക്കി നടക്കുന്നവനായി എന്ന് പടച്ചറപ്പിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് ദീനിന്റെ കാര്യങ്ങളിലേക്ക് മുൻപന്തിയിൽ നിൽക്കുന്നവരുണ്ടോ, ഫൗലായിക യതൂബുല്ലാഹ്, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഇതുവരെ നീ വെച്ച വെറുപ്പുകൾ, ഇതുവരെ നീ ആലിമീങ്ങളോട് മുത്തഅല്ലിമീങ്ങളോട് കാണിച്ച വെറുപ്പുകൾ, ഇതുവരെ നീ ദീനിനെ സഹായിക്കാത്തത്, ഇതുവരെ നീ കള്ളുകുടിച്ച് നടന്നത്, ഇതുവരെ നീ വ്യഭിചരിച്ച് നടന്നത്, ഇതുവരെ നീ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചത്, എല്ലാം അല്ലാഹു പുറത്തു തരുകയാണ്, അല്ലാഹു നിനക്ക് പുറത്തു തരുകയാണ്. എന്നാൽ ഈ ദുനിയാവിൽ കള്ളുകുടിച്ചും രസിച്ചും രമിച്ചും ഇനിയും ഇതേ നില തന്നെ തുടർന്നു പോകുന്നവരെ, സിനിമാ പാട്ടുകളെ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരെ, സ്വന്തം ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്മാരുമായി രാത്രിയുടെ യാമങ്ങളെ സുഖത്തിൽ കൊണ്ടുപോകുന്നവരെ, ആസ്വാദനയ്ക്ക് വേണ്ടി, ആസ്വാദനങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ വഴിമാറ്റി തിരിക്കുന്നവരെ ഖുർആൻ ഉറപ്പെടുത്തുകയാണ്. വലൈസത്തി തൗബ ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ ഇദാ حضر أحدهم الموت قال إني تبت الآن قال إني تبت الآن قال إني تبت الآن. ഈ ദുനിയാവിൽ കണ്ണുകുടിച്ച് നടക്കുന്നവരെ, വ്യഭിചരിച്ച് നടക്കുന്നവരെ, കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നവരെ, കാതുകൊണ്ട് വ്യഭിചരിക്കുന്നവരെ, കൈകൾ കൊണ്ട് വ്യഭിചരിക്കുന്നവരെ, കാലുകൾ കൊണ്ട് വ്യഭിചാരശാലകളിലേക്ക് മടിയില്ലാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ നടന്നു നീങ്ങുന്നവരെ, പോകുന്ന വഴിയിൽ നിന്റെ ആത്മാവിനെ പിടിക്കാൻ അസ്രായേൽ കടന്നു വരുകയാണ്, നിന്റെ ആത്മാവിനെ വേർപെടുത്തപ്പെടുകയാണ്. നിന്റെ വലത് കാലിന്റെ വിരലിൽ നിന്ന് നിന്റെ ആത്മാവിനെ വേർപെടുത്തി നിന്റെ മുട്ടിലൂടെ, തുടയിലൂടെ നിന്റെ കഴുത്തിലേക്ക് കൊണ്ടുവന്ന് നിന്റെ ഇടത് കാലിന്റെ തള്ളവരിലൂടെ ആത്മാവിനെ വേർപെടുത്തി വീണ്ടും ഇതാ മുട്ടിലൂടെ, തുടയിലൂടെ, ആമാശയത്തിലൂടെ നിന്റെ കഴുത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോ അവൻ വിളിച്ചു പറയുകയാണ്, അല്ലാഹ് ഇന്നി
തൂബുതുൽ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുന്നു അല്ലാഹ്, ഞാൻ തൗബ ചെയ്യുന്നു അല്ലാഹ്, ഞാൻ തൗബ ചെയ്യുന്നു അല്ലാഹ്. ഞാൻ മേലാത്തിലുള്ള മനുഷ്യനാണ്, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട് റബ്ബേ, ഞാൻ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവനാണ്. ആലിമീങ്ങൾ വന്ന് വാഴ പറയും ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ടവനാണ് അല്ലാഹ്. സിനിമാ പാട്ടുകൾ കടിമപ്പെട്ടവനാണ് റബ്ബേ, സീരിയൽ കടിമപ്പെട്ടവനാണ് അല്ലാഹ്. ആലിമീങ്ങളെ സ്നേഹിക്കാതെ മുത്തഅല്ലിമീങ്ങളെ ആദരിക്കാതെ ദീനിന്റെ വാഹകരെ തെരുവിളിച്ചുകൊണ്ട് അതിന് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് അതിന് ഫേസ്ബുക്കിൽ ശാഖകൾ ഉണ്ടാക്കി ജനങ്ങളിലേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചവനാണ് അല്ലാഹ്. വാട്സാപ്പിലൂടെ മോശപ്പെട്ട രീതിയിൽ പ്രചരണം നടത്തിയവനാണ് റബ്ബേ. നീ പുറത്തു തരണേ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. തൊണ്ടക്കുഴിയിൽ ആത്മാവത്തിൽ നിൽക്കുന്ന സമയത്താണ് നിന്റെ ഈ തൗബ ചെയ്യലെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഉറപ്പെടുത്തുകയാണ് വലൈസത്തി തൗബ, നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതല്ല, നിന്റെ തൗബ അല്ലാഹു കബൂലാക്കുന്നതല്ല. കാരണം എത്രയോ ഇൽമിന്റെ സദസ്സുകൾ നീ വന്നു ചേർന്നവനാണ്, എത്രയോ മഹത്തുക്കളുടെ വാളുകൾ നീ കേട്ടവനാണ്. ആലിമീങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ അല്ലാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട മഹത്തുക്കളാകുന്ന സമസ്തയുടെ പൂർവികരാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ വാളുകൾ കേട്ടവരെ, അത് അറിഞ്ഞവരെ, അത് മനസ്സിലാക്കിയവരെ, ഉൾക്കൊള്ളാതെ ജീവിതം നയിച്ചവരെ, എന്നിട്ടും തിരിച്ചറിവിന്റെ ലോകത്തേക്ക് കടന്നു വരാതെ മോശപ്പെട്ട തലത്തിലേക്ക് പോയവരല്ലേ, ഖുർആൻ ഓതാത്തവരല്ലേ. വീടിന്റെ ഉദ്ഘാടന ദിവസം കയ്യിൽ ഖുർആൻ പിടിച്ചുകൊണ്ട് വീടിന്റെ അകത്തളത്തിലേക്ക് കയറി ആ ഖുർആൻ TV സ്റ്റാൻഡിൽ കൊണ്ടുപോയി വെച്ച് ആ ഖുർആൻ ഒരു ഷെൽഫിൽ വെച്ചതല്ലാതെ ഖുർആൻ ഓതാൻ നീ തയ്യാറായിട്ടുണ്ടോ? നീ ദിക്ർ ചൊല്ലിയവനാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവനാണോ? നീ ഔലിയാക്കളെ ബഹുമാനിച്ചവനാണോ? നീ ആദരിച്ചവനാണോ? നീ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായിരുന്നോ? നീ പരിശുദ്ധമായ ദീൻ അംഗീകരിച്ചവനാണോ? നീ നമസ്കാരം ചിട്ടവെച്ചവനാണോ? നീ നോമ്പുകൾ നോറ്റ് വീട്ടിയവനാണോ? നീ സക്കാത്ത് കൊടുത്തു വീട്ടിയവനാണോ? നീ സദഖ ചെയ്തവനാണോ? നീ ദീനിന്റെ സായികളായവനാണോ? നീ അല്ലാഹുവിന്റെ ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളവനാണോ? നീ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ സ്ഥാപനങ്ങൾ നിന്റെ നാട്ടിലുണ്ടായിട്ട് ആ സ്ഥാപനത്തെ മെയ്യും കയ്യും വഴിച്ചുകൊണ്ട് സഹായിക്കാൻ നിനക്ക് കഴിവുണ്ടായിട്ട് എന്തേ നീ സഹായം കൊടുക്കാതിരുന്നത്? നിന്റെ മക്കൾക്ക് പോലും നീ തീ കൊടുത്തില്ലല്ലോ. ആ മകനല്ലേ കള്ളു കുടിച്ച് നടന്നത്? ആ മകനല്ലേ പെണ്ണുപിടിയിലകപ്പെട്ടത്? ആ മകനല്ലേ സ്ത്രീലമ്പടനായി സമൂഹത്തിൽ അറിയപ്പെട്ടത്? ഒരു മുത്തഅല്ലിമിനെയെങ്കിലും വാർത്തെടുക്കാനുള്ള സമ്പാദ്യം അല്ലാഹു നിനക്ക് നൽകിയിട്ട് എന്തേ നീ കൊടുക്കാതിരുന്നത്? അതുകൊണ്ട് നിന്റെ തൗബ ഇപ്പോൾ സ്വീകരിക്കുകയില്ല. വലൈസത്തി തൗബ, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരാ സഹോദരി, നരകീയ മോചനം ലഭിക്കുന്ന മൂന്നാമത്തെ കൂട്ടരിൽ നമ്മൾ ഉൾപ്പെടണേ. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് അല്ലാഹുവേ തെറ്റ് ചെയ്തു പോയ അല്ലാഹ്, കുല്ലു ബിനി ആദമ ഖത്താഉ, നിന്റെ ഹബീബല്ലേ പഠിപ്പിച്ചത് ആദം സന്തതികളെ തെറ്റുകാരാണെന്ന്. തെറ്റ് വന്നുപോയി റബ്ബേ, സിനിമകൾ കണ്ടുപോയ അല്ലാഹ്, അന്യ പുരുഷനിലേക്ക് നോക്കിപ്പോയ അല്ലാഹ്, അന്യ സ്ത്രീയിലേക്ക് നോക്കിപ്പോയ അല്ലാഹ്. ദീനിന് ഇന്നവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല, ദീനിന്റെ സ്ഥാപനങ്ങൾ മുഖവിലക്കെടുക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. എത്രയോ ലക്ഷങ്ങളും ദൂർത്തടിച്ചു കളഞ്ഞ റബ്ബേ, ഒരു പാവപ്പെട്ട മുത്തഅല്ലിമിനുള്ള ഒരു വർഷത്തിലെ ചെലവ് ഏറ്റെടുക്കാൻ പോലും എന്നെ കൊണ്ട് സാധിച്ചില്ല അല്ലാഹ്. ഞാനിതാ ഈ സദസ്സിലേക്ക് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നന്നാവാ തീരുമാനിക്കുന്ന അല്ലാഹ് എന്ന പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യുന്ന സഹോദരാ സഹോദരി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് നരകീയ മോചനം നിനക്കാണ്, നിനക്കാണ്. മൂന്നാമത്തെ കൂട്ടരതാണ് വൈനുൻ ഖറജത് മിൻഹാ തുമൂ, കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുക്കി ഒരീച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കരയാൻ സൗഭാഗ്യം ലഭിച്ചവരെ, തെറ്റുകൾ
ജനതകൾ ഓർത്തുകൊണ്ട് പടച്ച റബ്ബിലേക്ക് തൗബയുടെ കവാടങ്ങൾ എന്നിലേക്ക് തുറക്കപ്പെടണേ എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞവരെ അവർ തീർച്ചയായും നരകീയ മോചനമുണ്ട് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി